ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സന്ദേശവുമായി കൊല്ലം മാതാ അമൃതാനന്ദമയി മഠത്തിൽ വിഷു ആഘോഷിച്ചു. മുതിർന്ന സന്യാസിമാരും ബ്രഹ്മചാരിമാരും അമ്മയുടെ ഭക്തരും ആഘോഷത്തിൽ പങ്കെടുത്തു. മനുഷ്യനും പ്രകൃതിയും ഈശ്വരനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ പ്രതീകമാണ് വിഷു എന്നും ഈശ്വരനിൽ നിന്നും ഒന്നും അന്യമല്ലെന്നുമുള്ള ആധ്യാത്മികതയുടെ അന്തസ്സത്തെയാണ് വിഷു നമുക്ക് നൽകുന്ന സന്ദേശമെന്നും സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു. അമൃതപുരി ആശ്രമത്തിൽ നടന്ന വിഷു ദിനാഘോഷത്തിൽ വിഷുദിന സന്ദേശം നൽകുകയായിരുന്നു അമ്മ. പരസ്പര സ്നേഹത്തിൻ്റെ അടിത്തറയിൽ കെട്ടിപ്പടുത്ത സ്നേഹത്തിലും സേവനത്തിലും വിശ്വാസത്തിലും ജീവിക്കുമ്പോൾ മാത്രമേ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷവും ശാന്തിയും കൈവരിക്കാൻ കഴിയൂവെന്നും വിഷുക്കണി കാഴ്ചവെക്കുന്ന സൗന്ദര്യവും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ ഒരു ഭൂമിയെ സാക്ഷാത്കരിക്കാൻ കൃപ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെയെന്നും അമ്മ വിഷുദിന സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു. വിഷുദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വിഷുത്തൈ നീട്ടം പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്ന വൃക്ഷത്തൈകൾ മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ യുവജന സംഘടനയായ അയുധ് പ്രതിനിധികൾ സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയിൽ നിന്നും ഏറ്റുവാങ്ങി. ഈ ഭൂമിയെ സ്വർഗഭൂമിയാക്കുക എന്ന അമ്മയുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ആരംഭിച്ച വിഷുത്തൈ നീട്ടം പദ്ധതിയിലൂടെ വർഷം തോറും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി ലക്ഷക്കണക്കിന് വൃക്ഷത്തൈകളാണ് അയുധ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ വച്ചുപിടിപ്പിക്കുന്നത്. ഈ വർഷം തായ്മണ്ണും തനത് വിത്തും എന്ന സന്ദേശത്തോടെ ആചരിക്കുന്ന വിഷുത്തൈ നീട്ടം പദ്ധതി വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചും പച്ചക്കറിത്തോട്ടങ്ങൾ ഒരുക്കിയും മണ്ണിൻ്റെ സ്വാഭാവിക ഗുണങ്ങൾ നിലനിർത്താൻ അംഗങ്ങളോട് ആഹ്വാനം ചെയ്തു. പ്ലാസ്റ്റിക് സമ്പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായും ജൈവ രീതിയിൽ തയ്യാറാക്കിയ ചെടിച്ചട്ടികളിലാണ് വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുന്നത്. വരും വർഷങ്ങളിലും സമാന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നതിലൂടെ ഈ ഭൂമിയെ സ്വർഗഭൂമിയാക്കുക എന്ന അമ്മയുടെ ആശയത്തിലേക്ക് തങ്ങൾ അടുക്കുകയാണെന്നും പരിപാടിയിൽ പങ്കെടുത്ത അയുധ് പ്രതിനിധികൾ പറഞ്ഞു. അമൃത ന്യൂസ്, കൊല്ലം.